വചനം തിരുവചനം മാനവരക്ഷാവചനം ഹൃദയങ്ങളെ ഒരുങ്ങിയിടുക വചനത്തെ എതിരേൽക്കാൻ. യേശുവിലെ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, യുവതിമക്കൾ, കൊച്ചുങ്ങളെ, ഇസ്രായേൽ ജനം ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന ഒരു ജനമായിരുന്നു. നമ്മുടെ ഏറ്റവും വലിയ അവരുടെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ വിശുദ്ധ ഗ്രന്ഥം പഠിക്കുക എന്നുള്ള. ഇതിൽ പ്രത്യേകിച്ച് 5 പഞ്ചഗ്രന്ഥി, ആദ്യത്തെ 5 പുസ്തകങ്ങൾ അതവിടെ നിയമമാണ്. പരിശുദ്ധമ്മ പഠിച്ചിട്ടുണ്ട്, യേശു ക്രിസ്തു പഠിച്ചിട്ടുണ്ട്, ഇവിടെ പൂർവ്വപിതാക്കന്മാരെല്ലാം അത് പഠിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവിടെ പറയുന്നുണ്ട്, ഇപ്രകാരം പറയണത്, നീ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും കൂടി നീ നിൻ്റെ ദൈവമായ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുവാൻ. അപ്പോൾ ഇപ്രകാരം പറയണത്, നീ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ഹൃദയത്തോടും വിളിച്ചാൽ അപ്പോൾ തന്നെ നിൻ്റെ വിളി കേൾക്കാൻ ദൈവം ഇറങ്ങി വരുമെന്നുള്ള കാര്യമാണ് നിയമാവർത്തന പുസ്തകത്തിൽ വ്യക്തമായിട്ട് പറയും. 4:7 നീ വിളിച്ചപേക്ഷിച്ചാൽ ആ നിമിഷം തന്നെ ദൈവം നിൻ്റെ പ്രാർത്ഥന കേൾക്കും. ഹല്ലേലൂയ. ഇന്ന് ക്രൈസ്തവരായ നാം, അല്ല ഇസ്രായേൽ, പുതിയ ഇസ്രായേൽ ജനമായ നാം അത്രയൊരു പ്രാധാന്യം വിശുദ്ധ ഗ്രന്ഥം പഠിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നില്ല. കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് മാർക്ക് വാങ്ങാൻ വേണ്ടി മാത്രമാണ് അത് ഉപയോഗിക്കുന്നത്. ഇല്ലെങ്കിൽ 12ാം ക്ലാസ്, ആദ്യം 10 വരെ ഉണ്ടായി, പിന്നെ 12ആയി, പിന്നെ യൂത്ത് ക്ലാസ്സായി. ഇത്രയും ക്ലാസ്സിൽ വിശുദ്ധ ഗ്രന്ഥം പഠിക്കുകയും ആ വിശുദ്ധ ഗ്രന്ഥമനുസരിച്ച് ജീവിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരൊരിക്കലും വഴിതെറ്റി പോവില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. വഴി ഒരു കുട്ടി, ഒരാണ്, ഒരു പെണ്ണ് വഴിതെറ്റി പോകുന്നെന്ന് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവന് വചനം അറിയില്ല എന്നിട്ടുണ്ട്. വചനം ജീവനാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് 3 വർഷക്കാലം പരിശുദ്ധ അമ്മ ജെറുസലേം ദേവാലയത്തോടനുബന്ധിച്ച് ജീവിച്ചു. അവൾ വചനം പഠിച്ചു. ആ വചനം പഠിച്ചതുകൊണ്ട് പരിശുദ്ധ അമ്മയെ ദൈവം എന്ത് ചെയ്തു? ദൈവം തൻ്റെ പുത്രിയായിട്ട് തിരഞ്ഞെടുത്തു. നമ്മുടെ കുടുംബങ്ങളെല്ലാം ചെയ്യുന്നൊരു കാര്യം എന്താണെന്നാൽ പഠന മേഖലയിലേക്ക് നമ്മുടെ കുട്ടികളെ കടത്തിവിടുക. നമുക്കിഷ്ടപ്പെട്ട, അപ്പനും അമ്മയ്ക്കും ഇഷ്ടപ്പെട്ട കോഴ്സുകൾ പഠിപ്പിക്കുക എന്നുള്ളതാണ് കാരണവന്മാരുടെ ഏറ്റവും വലിയ പ്രയത്നം. ഹല്ലേലൂയ. അത് പഠിച്ചു. പക്ഷേ ആത്മീയ മേഖല ഒരു കൊച്ചു വളരുന്നുണ്ടെങ്കിൽ, ആത്മീയ മേഖലയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്നില്ലെങ്കിൽ ഒരിക്കലും ആ കുട്ടികൾക്ക് ഉയർന്നു പഠിച്ച് വിജയത്തിലെത്താൻ പറ്റില്ല. ഇപ്പം നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ സിനിമയിൽ ചെയ്ത അക്രമങ്ങളും തിന്മയൊക്കെയാണ് നമ്മുടെ കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നടന്മാർ എന്ന് പറയുന്നുണ്ട്, അങ്ങനെയല്ല, ഇതൊരു സിനിമയാണ്, ഒരു പടമാണ്, നിങ്ങൾ അങ്ങനെ അങ്ങനെ കാണാൻ പറ്റത്തില്ല. കാരണം എന്താ? നമ്മൾ കാണുന്നതെല്ലാം നമ്മുടെ മനസ്സിൽ, നമ്മുടെ അബോധ മനസ്സിലും ഉബോധ മനസ്സിലും അത് പതിയുക ചെയ്യുന്നു. ബോധ മനസ്സിലുണ്ടാവില്ല. ഒരു അച്ഛൻ്റെ പേര് മറന്ന്, അച്ഛൻ ഇപ്രകാരം പറയുന്നുണ്ട്, വിദേശ രാജ്യങ്ങളിലെല്ലാം ഇങ്ങനെയുള്ള പടങ്ങൾ നിരോധിക്കപ്പെടുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ വിദേശ രാജ്യങ്ങളിൽ കുട്ടികളെ സ്വാധീനിക്കുന്നു എന്ന് അവർ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് അങ്ങനെയുള്ള പടങ്ങൾ അവർ ബാൻ ചെയ്തു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ, കേരളം മാത്രമല്ല തമിഴ്നാടെല്ലാം, തമിഴ്നാട്ടിൽ ഒരു സിനിമ തുടങ്ങിക്കഴിഞ്ഞാൽ അത് കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ തിയേറ്റർ കത്തിച്ചളയും. അപ്പോൾ സിനിമയിൽ വരുന്ന സംഭവമാണല്ലോ അവർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ന് കുട്ടികൾ ഭീകര പ്രവർത്തനങ്ങളിലേക്ക്, കൊലപാതകം, ഇന്നലെ SP പറഞ്ഞത് ഇപ്രകാരമാണ്, വലിയവർ ചെയ്യുന്ന ഗൂഢാലോചനയുടെ ഫലമായിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തി പോലെ തന്നെയാണ് ആ പയ്യനെ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യനെ കൊന്ന സംഭവം SP പറയുകയാണ്. നഞ്ച എന്താ, എനിക്ക് സാധനം മനസ്സിലായില്ല. നഞ്ചക്ക എന്തെല്ലാം സാധനങ്ങളാണ് മനുഷ്യർ, എന്തെല്ലാം സാധനങ്ങളാണ് മനുഷ്യനെ ആക്രമിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ സ്വർഗത്തിൽ പോകാൻ വേണ്ടി ആഗ്രഹിക്കും. എങ്ങനെ പോകും? സ്വർഗത്തിൽ പോകുമോ? മറ്റുള്ളവനെ ആക്രമിച്ചിട്ടും മറ്റുള്ളവരെ പീഡിപ്പിച്ചും. അതുകൊണ്ട് ഇസ്രായേൽ ജനം ചെയ്തൊരു കാര്യമാണ്, അവരുടെ ഉപവാസം എന്താണെന്ന് വെച്ചാൽ ദൈവത്തോടൊത്ത് പറക്കാൻ വേണ്ടിയായിരുന്നു അവരുടെ ഉപവാസം. അനീതി എല്ലാം ചെയ്തിട്ട് ഉപവാസം എടുത്താലും പ്രാർത്ഥിച്ചാലും നോമ്പെടുത്താലും
ഒരിക്കലും ആ പാപം മായ്ച്ചു കളയില്ല. കാരണം എന്താ, നമ്മെപ്പോലെ തന്നെ ദൈവം സൃഷ്ടിച്ച മറ്റൊരു മനുഷ്യനെ ആക്രമിക്കുന്നുണ്ടെങ്കിൽ അവന് കർത്താവ് പ്രതികാരം ചെയ്യുമെന്ന് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ വ്യക്തമായിട്ടും കൃത്യമായിട്ടും പറയുന്നുണ്ട്. ഹല്ലേലൂയ. ഞാനൊരു വാട്സപ്പ് സന്ദേശം കണ്ടു. വാട്സപ്പ് സന്ദേശത്തിൽ പ്രകാരമാണ്, അതൊരു കത്തോലിക്ക തിരുസഭയുടെ ഒരു ഉയർന്ന അച്ഛന്മാരോ സിസ്റ്റർമാരല്ല, ഒരു അൽമായൻ കൊടുത്തിരിക്കുന്ന ഈ നോമ്പ് ആചരണത്തെക്കുറിച്ച് അവനിങ്ങനെ പ്രകാരം പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ പറഞ്ഞു, നോമ്പിൽ ഉപവാസം എടുക്കണം, നോമ്പ് മാംസം വർജിക്കണം എന്നൊക്കെയും പറയുന്നുണ്ട്. എന്നിട്ട് ആദ്യം ഒന്ന് നെഗറ്റീവായിട്ട് ചിന്തിച്ചിട്ട് അവൻ പറഞ്ഞ ഇപ്രകാരമാണ്, ആ പറയുന്ന കാര്യം കറക്റ്റാണ്. കാരണം എന്താ, നമുക്ക് ഇറച്ചിയല്ല നമ്മുടെ ഈ ശരീരത്തിന്, ഈ ബോഡിക്ക് യോജിക്കുന്നത് മാംസമല്ല, വെജിറ്റേറിയനാണ്. ആ മനുഷ്യൻ പറഞ്ഞ പ്രകാരമാണ്. പക്ഷേ ക്രിസ്ത്യാനികളായി നമുക്ക് ഒരിക്കലും മാംസമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. എന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞത്, ഇന്ന് ക്രിസ്ത്യാനികൾ മാംസം കഴിച്ച് 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 അവൻ്റെ കൃപയും അഭിഷേകവും നഷ്ടപ്പെട്ടു. ആദ്യം ഒന്ന് സഭയൊന്ന് ചെറുതായിട്ട് ഇത് പറഞ്ഞിട്ട്, അതുകൊണ്ട് മാംസവർജനം മാത്രമല്ല, ശരീരത്തിൻ്റെ കംപ്ലീറ്റ് ഒരു സോഷ്യൽ അല്ലെങ്കിൽ ഒരു ഓഡിറ്റിംഗ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് നോമ്പ് കാലഘട്ടം. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ദൈവം പരമശക്തിയാണ്. ആ ശക്തി നിങ്ങൾ സ്വീകരിക്കണമെങ്കിൽ മറ്റെല്ലാ ശക്തികളും ഉപേക്ഷിക്കണം. ഹല്ലേലൂയ. നമുക്കിവിടെ കഴിഞ്ഞ ദിവസം കറണ്ട് പോയി. അങ്ങനെ കറണ്ട് കുറേ നാൾ പോയി കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ ഇവിടെ വന്നപ്പോൾ മനുഷ്യൻ പറഞ്ഞു, അച്ഛാ ഒരു ജനറേറ്റർ വയ്ക്കാൻ പാടില്ലേ, ഞാൻ അതിന് കുറച്ച് പൈസ തരാമെന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ നോക്കിയപ്പോൾ നമുക്കൊരു ജനറേറ്റർ മേടിക്കണമെങ്കിൽ അത്ര എളുപ്പമല്ല. നമ്മൾ 3-4 ലക്ഷം ആകുമെന്ന് വിചാരിച്ച് ജനറേറ്ററിന് വേണ്ടി നമ്മൾ അങ്ങ് ആഗ്രഹിച്ച് ചെയ്തു. അപ്പോൾ അയാൾ അല്പം പൈസ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിങ്ങനെ കൊട്ടേഷനൊക്കെ എടുക്കുന്ന സമയത്ത് KICB ഈ വൈദ്യുതി നിലയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബിസിനസ്സുകാർ കൊണ്ടുവന്ന് കൊട്ടേഷൻ അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കിയപ്പോൾ കൊട്ടേഷനൊക്കെ നോക്കുമ്പോൾ 7 ലക്ഷം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ എടുക്കാതെ ഇരുന്നപ്പോൾ ഇവർ ചെയ്തൊരു കാര്യം, ഇവർ വേറെ ആരുടെയോ നമ്മൾ കൊട്ടേഷൻ വെച്ച് സാധനം എടുത്തെന്ന് വിചാരിച്ച് ഇവർ ഈ ഓഫീസിൽ എന്തോ കംപ്ലൈൻറ്റ് ചെയ്തു, ഇന്ന മിനിസ്ട്രി ജനറേറ്റർ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ ചെയ്തത് ബാക്കപ്പ് വെച്ചു, കുറച്ച് ബാറ്ററി മേടിച്ച് 10-30,000 രൂപ നമുക്ക് കഴിയുന്നതല്ല ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ബാക്കപ്പ് വെച്ചപ്പോൾ കറണ്ട് പോകുന്ന സമയത്ത് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ് അന്വേഷിക്കാൻ വന്ന കാരണം എന്താണെന്ന് വെച്ചാൽ, വൈദ്യുതി പോകുന്ന സമയത്ത് മാത്രമേ ഈ ജനറേറ്റർ വർക്ക് ചെയ്യാനായിട്ട് പാടുള്ളൂ. 2 വൈദ്യുതി എന്ന് പറയുക പവറും ജനറേറ്ററിൻ്റെ പവറും കയറി വന്നാൽ അതെന്തുണ്ടാവും, ഷോർട്ടായി പോകും അല്ലെങ്കിൽ കത്തിപ്പോകും. അതുകൊണ്ടാണ് നിയമപരമായിട്ട് അവർ അന്വേഷിച്ചത്. ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഓണറൊക്കെ അയച്ചു, ഇവിടെ ജനറേറ്റർ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന സ്ഥാപനമാണെന്ന് പറയുന്നു, ആ സ്ഥാപനത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ കേസ് എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന് നോക്കിക്കോളാൻ പറഞ്ഞു. എവിടെ വേണമെങ്കിലും നോക്കി, കാരണം നമുക്ക് ചെറുതുമില്ല വലുതുമില്ല ഒന്നുമില്ല, ഇവിടെ ആകെ ബാക്കപ്പ് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കയറി നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവർ വരുന്നത് എന്തിനുണ്ടാണെന്ന് വെച്ചാൽ, കറണ്ട് പോയി എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ ജനറേറ്റർ ഓൺ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്തുണ്ടാവും, ജനറേറ്റർ ഓണാക്കിയിരിക്കുന്ന സമയത്ത് വൈദ്യുതി വരാണെങ്കിലും അത് ജനറേറ്ററിലേക്ക് ഹോളിലേക്ക് പ്രവേശിച്ചാൽ അത് അപകടമുണ്ടാകും, അത് തീ കത്താനും എല്ലാ വിധത്തിലും അത് നശിപ്പിക്കാനായിട്ട് ഇടവരും. സ്നേഹമുള്ളവരെ, ഇതുപോലെ തന്നെയല്ലേ നമ്മുടെ ശരീരത്തിൽ 2 എനർജി ഒരേ സമയത്ത് കയറി വന്നാൽ ആ ശരീരത്തെ ബാധിക്കും. കാരണം എന്താ, അതുകൊണ്ടാണ് ദൈവം യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി അയച്ചത്. നമ്മൾ ഹോളി ലാൻഡിൽ പോകുമ്പോൾ, എനിക്ക് ജോർദാൻ പ്രദേശത്ത് ചെല്ലുമ്പോൾ നമ്മളൊരു മരം കാണുന്നുണ്ട്. ഒരു മരമല്ല, ഒരു പഴയ കാലത്തേക്ക് ടെലഫോൺ പോസ്റ്റുകൾ ഉണ്ടാവാറുണ്ട്. ആ ടെലഫോൺ പോസ്റ്റിൻ്റെ ചുറ്റും ഒരു വള്ളി ഉണ്ടാവും, ഒരു ഇരുമ്പിൻ്റെ ഒരു കമ്പി ഉണ്ടാവും. അതേപോലെ ഒരു മരമാണ് നമ്മളവിടെ ചെല്ലുമ്പോൾ കാണുന്നത്, ഒരു ഇരുമ്പിൻ്റെ മരം. അതിൻ്റെ മേൽ നമുക്കൊന്നും തോന്നില്ല. ഞങ്ങൾ നോക്കി നിന്നു. നമ്മുടെ നാട്ടിലിഷ്ടം പോലെ ഈ ടെലഫോൺ പോസ്റ്റുകൾ എങ്ങനെയുണ്ട് അതാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഗൈഡ് വന്നിട്ട് പറഞ്ഞു, ഇതാണ്
ഇസ്രായേൽ ജനത്തെ രക്ഷിക്കാൻ വേണ്ടി മോസസ് ഉയർത്തിയ സർപ്പം. അത് കളയാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിനിന്നും അർത്ഥമുണ്ട്. ഇസ്രായേൽ ജനം അവരെ തിന്മ വേട്ടയാടാൻ വന്നപ്പോൾ, പാമ്പും ഇഴജന്തുക്കളും ആക്രമിക്കാൻ വന്നപ്പോൾ, പൈശാചികമായ പീഡകൾ കടന്നു വന്നപ്പോൾ ഇസ്രായേൽ ജനത്തിന് രക്ഷകനെ കാണിച്ചു കൊടുത്ത ഒരു വഴിയാണ് ഈ ഉയർത്തി പിച്ചള കോട്ടയായിട്ട് ഉയർത്തിയത്. സിനിമകൾ അത് പിന്നീട് എന്താവുന്നതെന്ന് വെച്ചാൽ ഈശോ 3 ആണികളിൽ പിടഞ്ഞു മരിക്കുമ്പോൾ അത് യാഥാർത്ഥ്യമാകുക. അതുകൊണ്ടാണ് പൗലോസ്ലീഹ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രകാരം പറയുന്നത്, അവൻ പരമമായ ശക്തിയാണ്. അവൻ്റെ ശക്തിക്ക് മുമ്പിൽ മറ്റൊരു ശക്തിയും നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് ആ ശക്തി നമ്മൾ ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ നോമ്പ് കാലഘട്ടം. ഈ കാലഘട്ടത്തിന് വലിയ പ്രത്യേകതയുണ്ട്. ഈ മാസത്തിന് എന്താണെന്നറിയുമോ? ഈ മാസം ഒരു തിരുക്കുടുംബത്തിൻ്റെ മാസമാണ്. തിരുക്കുടുംബത്തിൻ്റെ മാസമാണെന്ന് പറഞ്ഞാൽ യൗസേപ്പ് പിതാവിന് സമർപ്പിക്കപ്പെട്ട ഒരു മാസമാണ്. യൗസേപ്പ് പിതാവിന് സമർപ്പിക്കപ്പെട്ടത്, യൗസേപ്പ് പിതാവിനെ സഭ എപ്പോഴൊക്കെയാണ് അനുസ്മരിക്കുന്നതെന്ന് വെച്ചാൽ കുടുംബ ബന്ധങ്ങൾ തകരുമ്പോഴാണ് യൗസേപ്പ് പിതാവിനെ അനുസ്മരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് കുടുംബ ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ യൗസേപ്പ് പിതാവിൻ്റെ മധ്യസ്ഥം തേടി നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഈശോ മിശിഹായും ഈ പരിശുദ്ധ അമ്മയെ രക്ഷപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒറ്റ ആളുകൊണ്ടാണ്, യൗസേപ്പ് പിതാവ് കൊണ്ട്. യൗസേപ്പ് പിതാവ്, ഞാനൊരു സ്ഥലത്ത് ഒരു കൗൺസിലറെ കാണാൻ ചെന്നു. അത് കൗൺസിലർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കൗൺസിലർ പറഞ്ഞു, അച്ഛനെ യൗസേപ്പ് പിതാവിനോട് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ഈശോ മിശിഹായുടെ യൗസേപ്പ് പിതാവിൻ്റെ കയ്യിലിരിക്കുന്ന ഈശോ മിശിഹായെ പോലെ ഈ സ്ഥാപനത്തെ കർത്താവ് പരിശുദ്ധ യൗസേപ്പ് പിതാവ് കാത്തു പരിപാലിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു എന്ന്. ഹല്ലേലൂയ. ഒരു ദിവസം 3-4 പ്രാവശ്യം യൗസേപ്പ് പിതാവിൻ്റെ ജപം ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. കാരണം സഭയെ നശിപ്പിക്കാൻ പോയപ്പോൾ, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെയും പരിശുദ്ധ അമ്മയും സാത്താൻ വേട്ടയാടാൻ പോയപ്പോൾ സ്വർഗം ഇടപെട്ട ഒരു വ്യക്തി ആരാണെന്ന് വെച്ചാൽ യൗസേപ്പ് പിതാവാണ്. അവന് വലിയൊരു സ്വപ്നമുണ്ടായിരുന്നു. ആ സ്വപ്നം പൂർത്തിയാക്കുന്നത് യൗസേപ്പ് പിതാവിൻ്റെ ആ ദൃഢനിശ്ചയമായ വിശ്വാസത്തിലൂടെയാണ് അത് പൂർത്തിയാകുന്നത്. യൗസേപ്പ് പിതാവിൻ്റെ കുടുംബം ദാരിദ്ര്യം പിടിച്ച കുടുംബമായിരുന്നു. യൗസേപ്പ് പിതാവിൻ്റെ കുടുംബത്തിൽ ഒരു നേരം പോലും നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ടില്ല. അല്ലേലിയ. പക്ഷെ മകൻ ഒരു ചീത്തപ്പേരുണ്ടാക്കിയില്ല. ഉണ്ടാക്കിയോ? നമ്മുടെ വീട്ടിൽ ഇഷ്ടംപോലെ ഭക്ഷണം കഴിക്കാനുണ്ട് അല്ലേ? ഇഷ്ടംപോലെ പള്ളിയിൽ പോയില്ലെങ്കിലും ഭക്ഷണം കൊടുക്കും. പക്ഷെ നമ്മുടെ പിള്ളേരിന്ന് ചീത്തപ്പേര് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. യൗസേപ്പ് പിതാവിൻ്റെ പുസ്തകം എടുത്ത് വായിച്ച് എത്രയോ ദാരിദ്ര്യമായിരുന്നു. ഇനി വീട്ടിൽ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഭാര്യയായ പരിശുദ്ധ അമ്മ ആദ്യം കൊടുക്കുന്ന ആർക്കാണെന്ന് വെച്ചാൽ യൗസേപ്പ് പിതാവിനാണ്. ഹല്ലേലൂയ. അവരുടെ സംഭാഷണത്തിലൂടെയും അവരുടെ പ്രവൃത്തിയിലൂടെയാണ് അവർ ഭക്ഷണം കഴിച്ചിരുന്നത്. എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യമുണ്ടെങ്കിലും സ്നേഹ സംഭാഷണമാണ് വിശപ്പ് ഒരു മനുഷ്യന് അറിയാനായിട്ട് ഇടവില്ല. രണ്ടാമത്തെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ മാസം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയുടെ മംഗളവാർത്ത കാലഘട്ടമാണ്. 25-ാം തീയതി മംഗളവാർത്ത കാലഘട്ടത്തിലാണ് പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ യേശു ക്രിസ്തു പിറക്കാനായിട്ട് ഇടപെടുന്നത്. മനുഷ്യ സംസർഗം പോലും കൂടാതെയാണ് അത് സംഭവിക്കുന്നത്. 3-ാമത്തെ കാലമെന്ന് പറയുന്നത് എല്ലാ വർഷവും മാർച്ച് മാസം എന്ന് പറയുന്നത് നോമ്പിൻ്റെ കാലഘട്ടമാണ്. ഇതിനൊരു തിരുക്കുടുംബത്തിൻ്റെ മാസമായിട്ട് നമുക്ക് കാണാം. മറ്റൊരു മാസത്തിലും ഇങ്ങനെയുണ്ടോ? ഇല്ലല്ലോ. ഉണ്ടോ? പീഡാനുഭവ മാസത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. അത് പരിശുദ്ധ അമ്മയെ ഓർക്കുന്നുണ്ട്, വിശുദ്ധ യൗസേപ്പ് പിതാവിനെ ഓർക്കുന്നുണ്ട്. യൗസേപ്പ് പിതാവിൽ നിങ്ങൾ ആശ്രയിച്ചാൽ നിങ്ങളുടെ മക്കൾ വിശുദ്ധരാകും, വിശ്വാസികളാകും, ഒരു തകർച്ചയുണ്ടാവില്ല. പക്ഷെ യൗസേപ്പ് പിതാവിനുള്ള ഒരു ഭക്തി അത്രമാത്രം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ വളർന്നു വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധ ഗ്രന്ഥവും അല്ലെങ്കിൽ സഭാചരിത്രം പഠിക്കുമ്പോൾ സഭയെ രക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്രകാരമാണ്, പിശാചുകളുടെ പരിഭ്രമമാണ് യൗസേപ്പ് എന്ന നാമം. പിശാചുകളുടെ പരിഭവമാണ്. ഹല്ലേലൂയ. ഇതിനെ സൂചിപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ
ഇസ്രായേൽ ജനത്തിൻ്റെ കാവൽക്കാരനായിട്ട് ദൈവം തിരഞ്ഞെടുക്കുന്നത് യേശു ക്രിസ്തുവിനെയാണ്, അല്ലേ? പാലക്കാട് രൂപതയുടെ കാവൽക്കാരനായിട്ട് സഭ തിരഞ്ഞെടുത്തത് ആരെയാണെന്ന് അറിയുമോ? യൗസേ പിതാവിനെയാണ്. യൗസേ പിതാവിനെ കാവൽക്കാരനായിട്ട് തിരുസഭ തിരഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ നശിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ ദൈവജനത്തെ രക്ഷിക്കാൻ വേണ്ടി ദൈവം കാവൽക്കാരനായിട്ട് തിരഞ്ഞെടുത്തത് ആരെയാണെന്ന് വെച്ചാൽ യേശു ക്രിസ്തുവിനെയാണ്. 44 യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 44 അധ്യായത്തിൽ 6-ാമത്തെ തിരുലിഖിതത്തിൽ പ്രകാരം പറഞ്ഞിട്ടുണ്ട്, ഇസ്രായേൽ ജനത്തിൻ്റെ രാജാവും, ഇസ്രായേലിന്റെ രാജാവും രക്ഷകനും സൈന്യങ്ങളുടെ നാഥനുമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ആദിയും അന്തവുമാണ്. ഞാൻ ആദിയും അന്ത്യവുമാണ്. ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നിങ്ങളുടെ കുടുംബങ്ങളുടെ, നിങ്ങളുടെ ദേശങ്ങളുടെ, നിങ്ങളുടെ ഇടവകളുടെ കാവൽക്കാരനായിട്ട് രൂപാന്തരം പ്രാപിക്കണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറാകണം. മധ്യസ്ഥ വഹിക്കാൻ, പ്രാർത്ഥിക്കാൻ, ഉപവാസം എടുക്കാൻ പറ്റണം, നോമ്പെടുക്കാൻ പറ്റണം. കഴിഞ്ഞ ദിവസം 2 വയസ്സ് മാത്രം, 2 വയസ്സില്ല താഴെയുള്ള ഒരു കൊച്ചിനെ പ്രാർത്ഥിക്കാൻ ഇവിടെ കൊണ്ടുവന്നു. പല സ്ഥലങ്ങളിലും സെൻറ്ററുകളിലും സ്കാനിങ്ങിനൊക്കെ കൊണ്ടുപോയിട്ട് കൊച്ചിന് രോഗം ഏത് ഡോക്ടർ നോക്കിയാലും ഇല്ല, പക്ഷേ കൊച്ചിന് അസുഖമുണ്ട്. അപ്പോൾ ഈ വിധേയത്തിൻ്റെ അവിടെ പോയി കഴിഞ്ഞപ്പോൾ ആര് പറഞ്ഞു, ഇവിടെ ഒന്ന് കൊണ്ടുവന്ന് നിങ്ങൾ പ്രാർത്ഥിച്ച് നോക്കുക, അച്ഛനെ ഒന്ന് ഒന്ന് കൈവച്ചൊന്ന് പ്രാർത്ഥിക്കാൻ അച്ഛനോട് പറയാൻ പറയും. ഇവിടെ കൊണ്ടുവന്ന് ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചു. കൊച്ചു പ്രാർത്ഥിച്ചിട്ട് 1-2 സന്ദേശങ്ങൾ ആ കൊച്ചിനോട് ചോദിച്ചു. അപ്പച്ചൻ പറഞ്ഞു എങ്ങനെയാണ്, ഈ കൊച്ചിന് ഭക്ഷണപദാർത്ഥങ്ങളൊന്നും വേണ്ട, പക്ഷേ ചിക്കൻ മതി. ചിക്കൻ കൊടുത്താൽ പിന്നെ കൊച്ചൊന്നും മിണ്ടില്ല, കഴിച്ചുകൊണ്ടിരിക്കും. അല്ലേ? ചിക്കൻ കഴിച്ച ചിക്കൻ കോഴിയുടെ സ്വഭാവം കൊച്ചിന് ഉണ്ടാവും. അല്ലേ? കുട്ടികളെല്ലാം നമ്മൾ ബാധിച്ചിരിക്കുന്ന ഒരു മേഖല. പഴയ കാലത്ത് നമ്മൾ ആകെ 6 ദിവസം കാത്തിരിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ, നമ്മളൊക്കെയും വീട്ടിൽ 6 ദിവസം കാത്തിരിക്കുന്ന ഒരു ഞായറാഴ്ച എന്ന ദിവസം ഉണ്ടാക്കാൻ വേണ്ടി. അല്ലേ? കാരണം എന്താ, ഞായറാഴ്ചയാണ് എന്തെങ്കിലും ഒരു മാംസം വീട്ടിൽ ഉണ്ടാകും. അത് 2 നേരം ഉണ്ടാവുള്ളൂ. അല്ലേ? അപ്പം അങ്ങനെയല്ല, കാരണം മേടിച്ചു കൊണ്ടുവരുന്നത് തീരാൻ വേണ്ടി വെച്ചു വെച്ചാൽ. ഞാൻ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ കൊച്ചിൻ്റെ ഈ ഭക്ഷണപദാർത്ഥങ്ങളോടുള്ള, പ്രത്യേകിച്ച് ഈ ചിക്കനോടുള്ള അമിതമായ അടിമത്തം മാറുകയാണെങ്കിൽ ഈ കൊച്ചിൽ ഒരു രോഗമില്ല, അസുഖം മാറും. ആത്മീയമായ അസുഖങ്ങളുണ്ട്, ശാരീരികമായ അസുഖങ്ങളുണ്ട്. ഞാൻ ചോദിച്ചു അവിടെ ആരാ പറഞ്ഞു ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറയും. ആ സഹോദരൻ വാട്സപ്പിൽ പറയാണ്, ഭക്ഷണപദാർത്ഥങ്ങൾ പ്രത്യേകിച്ച് ഇറച്ചിയോടുള്ള ഒരു ആസക്തി നമ്മുടെ ശരീരത്തിൽ കയറിയാൽ നമ്മൾ നശിച്ചു. എന്നിട്ട് ആ മനുഷ്യപ്രകാരം പറഞ്ഞ്, നമ്മുടെ ശരീരമെല്ലാം വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ കഴിക്കാനുള്ള ഒരു മേഖലയ്ക്ക് വേണ്ടിയാണ് കർത്താവ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ ദിവസവും ഇറച്ചി കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡൈജസ്റ്റിംഗ് പ്രോബ്ലം ഉണ്ടാവും. അതുകൊണ്ടിന്ന് ഹോട്ടലുകാർ ചെയ്യുന്ന സംഭവം എന്ന് വെച്ചാൽ, ചെല്ലുമ്പോൾ തന്നെ അല്പം വീഞ്ഞോ അല്ലെങ്കിൽ വൈനോ അല്ലെങ്കിൽ ബീറോ തന്ന് അത് നിയന്ത്രിക്കുക ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇവിടെ പറയാണ്, ഇസ്രായേൽ ഭരണത്തിൻ്റെ രാജാവും രക്ഷകനും സൈന്യങ്ങളുടെ നാഥനുമായിട്ട് ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അല്ലെങ്കിൽ അവൻ ആദ്യവുമാണ് അന്ത്യവുമാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ മനോഹരമായ ഒരു വചനമുണ്ട്. ഞാൻ നോക്കിയിട്ട് അത് കിട്ടിയില്ല. കഴിഞ്ഞ ദിവസം ഈ ധനകാലത്ത് നമ്മൾ ധ്യാനിച്ചതാണ്. ഇപ്രകാരം ആ വചനത്തെക്കുറിച്ച് പറയുന്നത്, ഇവൻ ഇസ്രായേൽ ജനത്തിൻ്റെ സംരക്ഷകനും ലോക ജനത്തിന് വേണ്ടി അല്ലെങ്കിൽ മറ്റു സമുദായങ്ങളുടെ രക്ഷകനുമായിട്ടുമാണ് ദൈവം ഇവനെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ സംരക്ഷകനാണ്, വിമോചകനാണ്, ഒപ്പം ലോക ജനതയുടെ രക്ഷകനായിട്ടാണ് ഇവനെ ദൈവം തിരഞ്ഞെടുത്തത്. അതുകൊണ്ടാണ് എസെക്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 33-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ തിരുലിഖിതത്തിൽ ഇവൻ ഇപ്രകാരം പറയാണ്, ഞാൻ നിന്നെ ഇസ്രായേൽ ജനത്തിൻ്റെ കാവൽക്കാരനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഞാൻ നിന്നെ ഇസ്രായേൽ ജനത്തിൻ്റെ കാവൽക്കാരനായിട്ട് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരുന്നു. അവിടെ പ്രകാരം പറയാണ്, അവൻ കാഹളനാദം കേട്ടു, മുന്നറിയിപ്പ് സ്വീകരിച്ചില്ല.
അവൻ്റെ രക്തത്തിന് ഉത്തരവാദി അവൻ തന്നെ മുന്നറിയിപ്പ് സ്വീകരിച്ചിരുന്നെങ്കിൽ അവൻ്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു. വാൾ വരുന്നത് കണ്ടിട്ടും കാവൽക്കാരൻ കാഹളം മുഴക്കാതിരുന്നത് മൂലം ജനത്തിന് മുന്നറിയിപ്പ് കിട്ടാതെ അവരിൽ ആരെങ്കിലും വധിക്കപ്പെട്ടാൽ അവൻ തൻ്റെ അകൃത്യത്തിലായിരിക്കും വധിക്കപ്പെടുക. തുടർന്ന് പറയാം, എന്നാൽ അവൻ്റെ രക്തത്തിന് കാവൽക്കാരനായി ഞാൻ പകരം ചോദിക്കും. മനുഷ്യപുത്ര, ഇസ്രായേൽ ഭവനത്തിന് കാവൽക്കാരനായി ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നു. എൻ്റെ നാവിൽ നിന്ന് വരുന്ന വചനം കേൾക്കുമ്പോൾ നീ എൻ്റെ താക്കീത് അവരെ അറിയിക്കണം. അല്ലേലിയാം. അതിന് സാത്താൻ ചെയ്ത ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ സഭയ്ക്കിട്ട് കൊടുത്തു. സഭയിൽ ചെറിയ ബഹളങ്ങളും വലിയ പ്രശ്നങ്ങളും കടന്നു വന്ന വഴി സഭയുടെ വിശ്വാസ സംഹിതയെ, ജനത്തിൻ്റെ വിശ്വാസത്തെ സാത്താൻ പരീക്ഷിച്ചു. എവിടെ ഭിന്നതയുണ്ടാകുന്നു, എവിടെ കലഹമുണ്ടാകുന്നു, എവിടെ അസ്വസ്ഥതയുണ്ടാകുന്നു, അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമല്ല. അത് വിവേകപൂർവ്വം, അത് പരിശുദ്ധാത്മാവിൻ്റെ സന്ദേശത്തിന് വിധേയപ്പെട്ട് സ്വീകരിക്കേണ്ടതായിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ നാളുകളിൽ സഭയിലുണ്ടായ പ്രശ്നങ്ങൾക്ക് ശേഷം ഇന്ന് ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ മനുഷ്യരെയും ബാധിച്ച് ഏറ്റവും കൂടുതൽ യുവതിവാക്കളെയാണ് പിശാച് ബാധിച്ചിരിക്കുന്നത്. അല്ലേലിയ. അതുകൊണ്ട് ഈ യേശു പറയുന്നവരൊക്കെ ഉണ്ട്, എന്താണെന്നാൽ ശക്തനായവനെ നശിപ്പിക്കണമെങ്കിൽ അവനെ തന്നെ ആദ്യം ബന്ധിക്കണം. സഭയ്ക്കൊരു വലിയ ശക്തി കേന്ദ്രമുണ്ടായിരുന്നു, അത് പരിശുദ്ധാത്മാവാണ്. സഭയ്ക്ക് വലിയൊരു ശക്തി ഉണ്ടായിരുന്നു, അത് പരിശുദ്ധ കുർബാനയാണ്. സഭയ്ക്ക് വലിയൊരു ചൈതന്യമുണ്ട്, അത് വചനമാണ്. സഭയ്ക്ക് വലിയൊരു അഭിഷേകമുണ്ടായിരുന്നു, അത് കുമ്പസാരമാണ്. കുമ്പസാരിക്കുന്ന ആരാ? പിള്ളേർ കുമ്പസാരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. തുറന്നു കുമ്പസാരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അല്ലേരിയാം. അതുകൊണ്ട് സാത്താൻ ചെയ്തൊരു കാര്യം, കുർബാനയിൽ നിന്നും കൂദാശകളിൽ നിന്നും ദൈവവചനത്തിൽ നിന്നും ദൈവകൽപ്പനയിൽ നിന്നും ജനങ്ങളെ മാറ്റി നിർത്താൻ വേണ്ടി പിശാച് സഭയിലേക്ക് ഒരു ഭിന്നതയും കലവും കൊണ്ടുവന്നു. അവിടെ ഉപയോഗിച്ച ആ എനർജി ദൈവീക കാര്യങ്ങൾക്ക് വേണ്ടി, സുവിശേഷ വേലയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടായെങ്കിൽ ജനങ്ങൾ രക്ഷപ്പെട്ടാൻ. തുടർന്ന് വരുന്ന വചനത്തിൽ 33:15 ഇപ്രകാരം പറയാം, തൻ്റെ വാഗ്ദാനം നിറവേറ്റുകയും കവർച്ച വസ്തുക്കൾ തിരികെ കൊടുക്കുകയും. ദൈവത്തിൻ്റെ വാഗ്ദാനം നമ്മൾ നിറവേറ്റണം. ജീവന്റെ പ്രമാണങ്ങൾ പാലിക്കുകയും. ജീവന്റെ പ്രമാണങ്ങൾ, അതാണ് ദൈവകൽപ്പനകൾ, ദൈവപ്രമാണങ്ങൾ, ദൈവചട്ടങ്ങൾ, ദൈവ നിയമങ്ങൾ. അല്ലേലിയാം. ഉള്ള വാഗ്ദാനം നമ്മൾ നിറവേറ്റുക. 2, കവർച്ച വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ, കവർച്ച വസ്തു തിരികെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വിശുദ്ധരായിട്ട് മാറുക. അല്ലേലിയാം. അതുകൊണ്ട് നമ്മൾ സംസാരിച്ച് കുർബാന സ്വീകരിക്കാൻ പോകുമ്പോൾ യോഗ്യതയോട് കൂടിയാണോ ഈ കുർബാന സ്വീകരിക്കുന്നതെന്ന് നാം ഒരുത്തൻ ചിന്തിക്കണം. കാരണം എന്താ? ഇത് ഈശോയുടെ തിരുശരീരവും തിരുരക്തമാണ്. ഈശോയുടെ തിരുശരീരവും തിരുരക്തവും യോഗ്യതയോടെ അല്ലാതെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ രോഗികളാകും, അത് നമ്മൾ ദുർബലരാകും, അത് മരണം സംഭവിക്കും. ആത്മീയ മരണങ്ങളുണ്ട്, ശാരീരിക മരണങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ദുർബലരാകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ യോഗ്യതയില്ലാത്ത ഈ ബലിവസ്തു. അതുകൊണ്ട് മറ്റ് ദേവന്മാർക്ക് അർപ്പിച്ച ഒരു ബലിവസ്തുവും ക്രിസ്ത്യാനിക്ക് സ്വീകാര്യമല്ല, കഴിക്കാനും പാടില്ല. ഞാൻ കാണാൻ വന്നൊരു ചേട്ടൻ കുറച്ചു നേരം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ വേറെ കാര്യം പറയാനാണ് വന്നത്. ഞാൻ ആ ചേട്ടനായിട്ട് സംസാരിച്ച് ഒരു 10 സന്ദേശങ്ങൾ എടുത്തിട്ട് ചോദിച്ചു, ചേട്ടൻ എവിടെന്നെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? ഭക്ഷണം ചേട്ടൻ്റെ വിശ്വാസം ഇല്ല അച്ഛന്ന്. ഞാൻ പറഞ്ഞു, ചേട്ടൻ്റെ ശരീരത്തിൽ കൈവിഷമുണ്ട്. അല്ലേരിയാം. കൈവിഷമുള്ളൊരു മനുഷ്യൻ എന്താണെന്ന് വിശ്വാസത്തിൽ നിലനിൽക്കാൻ പറ്റില്ല. മദ്യപാനം കഴിച്ചു കഴിഞ്ഞാൽ, മയക്കുമരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അവൻ അടിമ എന്ന് പറഞ്ഞാൽ ബഹളിയായിട്ട് അവനെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല. അവനെ അടച്ചു കെട്ടാനായിട്ട്. എന്നാൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ എന്താ കഴിഞ്ഞാൽ സൈലൻ്റാണ്. ഇന്നലെ ചെയ്തതെല്ലാം അവൻ മാപ്പ് ചോദിക്കുകയും ചെയ്യും. അതിനുശേഷം ഞാൻ ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, അവിടെ ഞാൻ ഓഫീസിലേക്ക് പോകുമ്പോൾ അവരതൊക്കെയും ചെയ്യും, അതും ഭക്ഷണപദാർത്ഥമല്ലേ, മേടിച്ച് കഴിക്കാൻ പറ്റുമോ? ഒരേ സമയത്ത് 2 വൈദ്യുതി നമ്മുടെ ശരീരത്തിൽ കയറ്റാൻ പറ്റുമോ?
ഒരു ജനറേറ്റർ അല്ലെങ്കിൽ നമ്മുടെ ഹോളിൽ ഒരേ സമയത്ത് കറണ്ടും ജനറേറ്റർ ഉപയോഗിക്കാമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കാം. കാരണം എന്താ, നമ്മുടെ ഈ ഹോളിൽ ഉപയോഗിക്കുന്ന നമ്മളുണ്ടാക്കുന്നൊരു വൈദ്യുതി, 2 വൈദ്യുതി ഒരേ സമയത്ത് ഇതിലേക്ക് എനർജി കയറ്റാൻ പറ്റുന്നില്ലെങ്കിൽ അതേപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിലേക്കും ഒരേ സമയം 2 എനർജി കയറ്റാൻ പറ്റില്ല. കയറ്റിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇസ്രായേൽ ജനം എപ്പോഴും അവർ ദൈവത്തിൻ്റെ കാര്യങ്ങൾ മാത്രമേ പഠിക്കുകയുള്ളായിരുന്നു, ദൈവത്തിൻ്റെ കാര്യം മാത്രമേ അവർ ചിന്തിക്കുകയുള്ളായിരുന്നു. അതുകൊണ്ടാണ് അവർ വചനം ഹൃദ്യസ്ഥമാക്കിയത്. നമ്മൾ ദൈവത്തെക്കുറിച്ച് പഠിക്കാൻ നോക്കുമ്പോൾ എന്താണ് ഇന്ന്, നമ്മളെല്ലാ ആഭിചാര പ്രവൃത്തികളും പഠിക്കും, എല്ലാ സാത്താനെയും കുറിച്ചും പഠിക്കും. അല്ലേ? കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യൻ എന്നോട് വന്ന് പറഞ്ഞൊരു കാര്യം നിങ്ങളോട് പറയുന്നതിൻ്റെ കാരണം, നമ്മൾ വിശുദ്ധരാണെങ്കിൽ നമ്മളായിരിക്കുന്ന സ്ഥലത്തും വിശുദ്ധ. ആ മനുഷ്യൻ എന്നോട് വന്ന് സ്വകാര്യമായിട്ട് പറയാം, അച്ഛൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണ്. ഞങ്ങളുടെ ദേവാലയത്തിൽ ഒരു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ പാമ്പ് അതിൻ്റെ നടുവിലൂടെ നടന്നു. അത് ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം, ഏകദേശം 5 പ്രാവശ്യം അവിടെ സംഭവിച്ചു എന്ന് പറയും. അല്ലേരിയാം. ആ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ ഇടവകയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ആ ഇടവകയിൽ ഒരു 4-5 കൊല്ലങ്ങൾക്ക് മുമ്പ് ടാർജറ്റിട്ട് സാത്താൻ അത് പ്രവർത്തിച്ചിട്ടുണ്ട്. അന്ന് എന്നോട് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ആ ബലിവസ്തു സ്വീകരിക്കാൻ പാടില്ലായിരുന്നു, അത് കൊടുക്കാൻ പാടില്ലായിരുന്നു. കാരണം എന്താ, എല്ലാ മതങ്ങളുടെയും ആചാരം ചെയ്യാനുള്ളൊരു സ്ഥലമല്ല പള്ളി എന്ന് പറയുന്നത്. അല്ലേ? അതുകൊണ്ട് ഇസ്രായേൽ ജനം പഠിക്കുന്നത് പോലെ നമ്മൾ ദൈവത്തെക്കുറിച്ചാണ് കൂടുതൽ പഠിക്കേണ്ടത്, അവനെയാണ് തിരിച്ചറിയേണ്ടത്, അല്ലാതെ സാത്താനെ കുറിച്ചല്ല പഠിക്കേണ്ടത്. കഴിഞ്ഞ ദിവസം ഒരു കൊച്ചിനെ ഇവിടെ 1-2 പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടുണ്ട്, വീണ്ടും കാണാൻ വന്നു. ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ കൊച്ച് ഞാൻ ചോദിച്ചു, ഒച്ചാപ്പോട് കളിച്ചിട്ടുണ്ടോ? വിജാപ്പോട് എന്നാണ് 1964 കാലഘട്ടങ്ങളിലുണ്ടായ ഒരു സാധനമാണ് വിജാപ്പോട്. അതാണ് ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തിന് മുമ്പ് നമ്മുടെ കുട്ടികളെല്ലാം കളിച്ചുകൊണ്ടിരുന്നത്. അതെന്താണ്, സാത്താനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ രീതിയാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും ജപമാല ചെയ്യാൻ പറ്റില്ല, പരിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ പറ്റില്ല. ഒരു ആശ്രമത്തിലെ 54 കുട്ടികളിൽ ഭൂരിഭാഗം കുട്ടികളും ആശ്രമത്തിൽ ജപമാല ചൊല്ലുമ്പോൾ തല ഇറങ്ങി വീഴും, ആരൊന്നും ചെയ്യുന്നില്ല. അത് കൊണ്ടുവന്ന് ഇവിടെ പ്രാർത്ഥിച്ചു വിട്ടു, അത് മാറി. അതുകൊണ്ട് ദൈവത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത്. അല്ലേ? ദൈവത്തെ അതിൻ്റെ ഇപ്രകാരം പറയാണ്, തൊട്ട് മുകളിൽ നോക്ക്, അതിൽ 12-11 വായിക്കാം. അവൻ പറഞ്ഞു, അവരോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനാണ് ദുഷ്ടൻ മരിക്കുന്നതിലല്ല, അവൻ ദുഷ്ടമാർഗത്തിൽ നിന്നും പിന്തിരിഞ്ഞ്. മനുഷ്യരെല്ലാം ദുഷ്ടമാർഗത്തിൽ നിന്ന് പിന്തിരിയണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അല്ലാതെ എന്താ, കടാരി ഉണ്ടാക്കി വീട്ടിൽ വെക്കുക, പിസ്റ്റൾ മേടിച്ച് വീട്ടിൽ വയ്ക്കുക, 47 മേടിച്ച് വീട്ടിൽ വയ്ക്കുക, ഇതല്ല ദൈവം ആണോ? ഇതൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പനും അമ്മയും ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മക്കളും ചെയ്യും, സ്വന്തം അപ്പനും അമ്മയ്ക്കിട്ട് ഉപയോഗിക്കാതിരിക്കാൻ പരിശ്രമിച്ചാൽ മതി. അല്ലേ? കാരണം എന്താ, ഇന്ന് കുടുംബ ബന്ധങ്ങൾ തകർന്നു. അതുകൊണ്ട് ഇപ്രകാരം പറയാണ്, ഒരു മനുഷ്യൻ നശിക്കാതിരിക്കണമെങ്കിൽ, ഒരു മനുഷ്യൻ കൊല്ലപ്പെടാതിരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം അവൻ കേൾക്കണം. അല്ലേ? പാപം എന്താണെന്ന് തിരിച്ചറിയുന്നത് ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോഴാണ്. അല്ലേ? എൻ്റെ അടുത്ത് ഇവിടെ 6-7 പ്രാവശ്യം അബോർഷൻ ചെയ്ത ഗർഭചിന്തര കുടുംബം വന്നു. അവർ പറഞ്ഞ പ്രകാരം, അച്ഛാ, വചനം കേട്ടപ്പോഴാണ് ഞങ്ങൾ അക്രൈസ്തവരാണ്, ഇത് പാപമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നത്. കാരണം എന്താ, പാപം എന്താണെന്ന് തിരിച്ചറിയണ ദൈവത്തിൻ്റെ വചനം. അതിന് തന്നെയാണ് യേശു ക്രിസ്തു വചനം മാത്രം പ്രസംഗിച്ചതിൻ്റെ കാരണം. അവന് മനസ്സിലായി, പാപം നിൽക്കുന്ന സ്ഥലത്ത് കൃപയുണ്ടാകില്ല, പാപം നിൽക്കുന്ന സമയത്ത് അഭിഷേകം ഉണ്ടാവില്ല, പാപം നിൽക്കുന്ന സ്ഥലത്ത് രോഗമുണ്ടാകും. രോഗം എന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, അക്രമം എന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, അനീതികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, കൊലപാതകങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്, മോഷണങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്, അതുപോലെ കള്ളത്തരങ്ങൾ പെരുകിയാണ്. അതുകൊണ്ടാണ് ഒരു 8-9 വർഷം മുമ്പ് ഗവൺമെൻറ് ഒരു നിയമം കൊണ്ടുവന്നത്, എല്ലായിടത്തും CCTV സ്ഥാപിക്കണം. അതിന്ന് പീക്കിലേക്ക് പോയിരിക്കുക. അല്ലേ? അതുകൊണ്ട് തൊട്ടടുത്ത വചനം പറയാണ്, ജീവിക്കുന്നതിലാണ് എനിക്ക് സന്തോഷം, പിന്തിരിവിൻ, തിന്മയിൽ നിന്ന് നിങ്ങൾ പിന്തിരിവിൻ, ഇസ്രായേൽ ഭവനെ നിങ്ങൾ എന്തിന് മരിക്കണം. അല്ലേ?
മരിക്കണം. അപ്പോൾ ഇസ്രായേൽ ജനം മരിക്കാതിരിക്കാൻ ദൈവം ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കാൻ വേണ്ടി ദൈവം പ്രവാചകന്മാരെ അയച്ചു. സഭാ നേതാക്കന്മാരെ അയച്ചു. ഇന്ന് ദൈവം ചെയ്ത എന്താണ്? യേശു ക്രിസ്തുവിനെ പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി ഈ ലോകത്തിലേക്ക് ദൈവം അയച്ചു. യേശു ക്രിസ്തു ഈ വർഷങ്ങളെല്ലാം 31 വർഷം ജീവിച്ച ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ്. എന്തിനു വേണ്ടിയാണ്? പരിശുദ്ധ കുർബാന അതെന്നാണ് സ്ഥാപിച്ചത്? പെസഹ, ഞാൻ പറയുന്ന ദുഃഖവെള്ളിയിലാണ് കുർബാന സ്ഥാപിച്ചത്. അതുകൊണ്ടാണല്ലോ അന്ന് കുർബാനയില്ലാത്തത്. പെസഹായിൽ ഈശോ കുർബാന അർപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ ദുഃഖവെള്ളിക്ക് അവനെ കൊല്ലും. ആ കുരിശമ്മ കിടന്നപ്പോഴാണ് ആ ബലി പൂർത്തിയായത്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 27-ഉം 28-ഉം തിരുലിഖിതത്തിൽ ഇപ്രകാരം പറയാണ്: അനന്തരം പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഇതിൽ നിന്നും പാനം ചെയ്യുവേൻ. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ്. ഉടമ്പടിയുടേതുമായ അപ്പോൾ പാപമോചനം മാറണമെങ്കിൽ 2 കാര്യം ചെയ്യണം. ഒന്ന്, അനുതപിച്ചു കുമ്പസാരിക്കണം, കുർബാന സ്വീകരിക്കണം. കുമ്പസാരിച്ചാൽ മാത്രം പോരാ, മതിയോ? ഇപ്രകാരം പറയാണ്, എന്താ? ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന ഉടമ്പടിയുടെ പെസഹായിൽ ഈശോ ബലി അർപ്പിച്ചത്. പെസഹയ്ക്ക് ശേഷം, ഈ കുർബാനയ്ക്ക് ശേഷം അവനെ യൂദന്മാർ പിടിച്ചു കൊണ്ടുപോകുമെന്ന് ഈശോയ്ക്ക് അറിയാമായിരുന്നു. ആ ബലി ശക്തി പ്രാപിക്കുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ അവൻ കുരിശിൽ കൊല്ലപ്പെടുമ്പോഴാണ് പാപമോചനത്തിന് വേണ്ടിയുള്ള ആ തിരുരക്തം ഒഴുകുന്നത്. പാപം ചെയ്യാത്തവനെ പാപം ചെയ്തവർക്ക് വേണ്ടി പാപപരിഹാര ബലിയായിട്ട് ദൈവം ഈ ലോകത്തിലേക്ക് അയച്ചു. രണ്ടാമത് പറയാണ്, എന്താണ്? എൻ്റെ രക്തമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടൊപ്പം നവമായി ഇത് പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഈ ഫലത്തിൽ നിന്ന് ഞാൻ വീണ്ടും കുടിക്കുകയില്ല. എന്നിട്ട് എന്താ? സ്തോത്രഗീതം ആലപിച്ച ശേഷം അവർ ഒലിവുമലയിലേക്ക് പോയി. സ്നേഹമുള്ളവരെ, എത്രമാത്രം നമ്മൾ ഒരുങ്ങി കുമ്പസാരിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ പലവരുടെയും ഇവിടെ കുമ്പസാരം കഴിഞ്ഞിട്ട് കാണാൻ വന്നു കഴിയുമ്പോൾ വീണ്ടും കുമ്പസാരിക്കാൻ വിടുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല ഒരുക്കത്തോടെയുള്ളൊരു കുമ്പസാരം നടത്തി കഴിഞ്ഞാൽ അപ്പം സൗഖ്യം വരും. ഹല്ലേലൂയ. സൗഖ്യം കിട്ടണമെങ്കിൽ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത എല്ലാ മേഖലകളും ഏറ്റു പറയണം. ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി എന്നാണ് പറയുന്നത്. കുമ്പസാരം പഠിപ്പിക്കുമ്പോൾ ടീച്ചർമാർ അല്ലെങ്കിൽ വൈദികർ, സഭ അല്ല ഡോക്ടറേറ്റ് എടുത്തവർ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി വ്യക്തമായും കൃത്യമായും കുമ്പസാരിക്കണം. അങ്ങനെ കുമ്പസാരിച്ച് കഴിഞ്ഞതിന് ശേഷം വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ആ കുർബാന എന്നിൽ ജീവനായിട്ട് മാറും. അതുകൊണ്ടാണല്ലോ കാർൽ അക്വിറ്റാസിൻ്റെ ജീവിതത്തിൽ ജീവനായിട്ട് മാറിയത് എന്താ? കുർബാനയാണ്. കാരണം എന്താ? അവൻ്റെ അമ്മയ്ക്ക് വിശ്വാസമില്ലായിരുന്നു, അപ്പന് വിശ്വാസമില്ലായിരുന്നു. വീട്ടിൽ വന്ന വേലക്കാരത്തിയാണ് അവനെ വചനം പഠിപ്പിച്ചത്. അവന് ദൈവത്തിൻ്റെ കൽപ്പന പറഞ്ഞു കൊടുത്തു. അവനത് പാലിക്കാൻ തുടങ്ങിയപ്പോൾ ഒന്നുണ്ടായി, അവനുപയോഗിച്ച വസ്തുക്കൾ പോലും ജീർണിച്ചു പോയില്ല. അവൻ്റെ ശരീരം ജീർണിച്ചില്ല. കാരണം അവൻ സ്വീകരിച്ച എല്ലാ കൂദാശകളും കൃപയായിട്ട് മാറി. അതുകൊണ്ടാണ് പറയുന്നത്, സമയപ്രകാരമാണ് ഒരു വ്യക്തി വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ അവൻ്റെ ശരീരത്തെ രൂപാന്തരപ്പെടുത്തുകയാണ്. രൂപാന്തരപ്പെടുത്തുകയാണ്. നമ്മൾ വീട്ടിലൊക്കെ ഭക്ഷണം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുടുംബാംഗങ്ങളെല്ലാം തമ്മിൽ ഒരല്പനേരം ഇരിക്കുമോ? കുർബാന കഴിയുമ്പോൾ എന്തായിരിക്കും ചെയ്യുന്നത്? പള്ളിയിലെ കുർബാന കഴിഞ്ഞു, ഈശോയുടെ അടുത്ത് സംസാരിച്ച് എത്ര ആളുണ്ട്? ഇപ്പോഴത്തെ രീതി എന്താണെന്ന് വെച്ചാൽ പുറമേ ഇറങ്ങിയിട്ട് കൂട്ടം കൂടി വർത്താനം പറയാമെന്നുള്ളത്. ട്രെൻഡ് കൗൺസിൽ, വർത്തിക്കാൻ കൗൺസിൽ, ഫിലിപ്പിനേരി, അങ്ങനെ അനേക വിശുദ്ധന്മാർ പറയുന്നുണ്ട്, വിശുദ്ധ കുർബാന കഴിഞ്ഞാൽ 10-15 മിനിറ്റോ നീ ദൈവത്തിൻ്റെ സന്നദ്ധിയിലിരുന്ന് നീ സ്വീകരിച്ച കൂദാശകൾ നിൻ്റെ ശരീരത്തെ രൂപാന്തരികപ്പെടുത്താൻ വേണ്ടി നീ പ്രാർത്ഥിക്കണം. ഫിലിപ്പിനേരി പ്രകാരം ചെന്ന് കുർബാന സ്വീകരണത്തിൻ്റെ സമയത്ത് ഒരു ചേട്ടൻ ഇറങ്ങിപ്പോയപ്പോൾ ശുശ്രൂഷകനെ പിടിച്ച് 2 തിരിയും കൊടുത്തു വിട്ടു. അവൻ്റെ ചുറ്റും പിടിക്കാൻ പറഞ്ഞു.
നമ്മുടെ നാട്ടിലാണ് ഒരു വൈദികൻ ചെയ്യുന്നെങ്കിൽ പിറ്റേ ദിവസം ഗ്യാസായിരിക്കും അല്ലേ? ആ മനുഷ്യന് മനസ്സിലായി എന്തോ പന്തികേട്. തിരിച്ച് ആ മനുഷ്യൻ ദേവാലയത്തിലേക്ക് പ്രവേശിച്ചു. ഫിലിപ്പി നേരി വിശുദ്ധം പറഞ്ഞു, കുർബാന സ്വീകരിച്ച് നീ ഓടാൻ പാടില്ല. അല്ലേരിയാം അല്ലെ? കുർബാന സ്വീകരിച്ച് ഒരു തവണ ഭൂകമ്പം ഉണ്ടായ സമയത്ത്, ഭൂകമ്പമല്ല, ഭൂമി കുലുങ്ങിയ സമയത്ത് ബിനോയിച്ചൻ തൻ്റെ ആ പ്രസംഗത്തിലൊക്കെയും പറയുന്നുണ്ട്, അപ്പസ്തോലിക സെമിനാരിയിൽ നിന്ന് പിള്ളേരെല്ലാവരും ബലി അർപ്പിച്ചുകൊണ്ട് ഓടിപ്പോയി. അപ്പോൾ ബലി അർപ്പിച്ച പുരോഹിതൻ ഓടാതെ ചോദിച്ചു, മക്കളെ എങ്ങടെ ഓടറേന്ന് ചോദിച്ചു. എങ്ങടെ ഓടറേന്ന് ചോദിച്ചു. കാരണം എന്താ? എങ്ങോട്ട് ഓടിയിട്ടും രക്ഷയില്ല. അവർ തിരിച്ചോടി. അല്ലേരിക്കാം? അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൻ്റെ കാവൽക്കാരനായിട്ട് നിങ്ങൾ മാറി നിങ്ങളുടെ കുടുംബത്തിന് പരിഹാരം ചെയ്ത് പരിത്യാഗം ചെയ്ത് നോമ്പെടുത്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടും. യേശു ക്രിസ്തു ഈ ലോകത്തിൻ്റെ, ഇസ്രായേൽ ജനത്തിൻ്റെയും ലോകത്തിൻ്റെയും രക്ഷകനായിട്ട് കാവൽക്കാരനായിട്ട് മാറിയത് കൊണ്ടാണ് ഇന്ന് ലോകത്തിൽ വിശ്വാസം ഉള്ളത്. ആ യേശു ക്രിസ്തുവിനെ പോലെ നമ്മൾ ഓരോരുത്തരും കാവൽക്കാരനാകുന്നില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ വിശ്വാസം ഉണ്ടാവില്ല. നിങ്ങളുടെ ഇടവകയിൽ വിശ്വാസം ഉണ്ടാവില്ല. അല്ലേലിയ? ഇടവകയിൽ കുടുംബങ്ങളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ആരെങ്കിലും പരിഹാരം ചെയ്ത് പരിത്യാഗം ചെയ്ത് നോമ്പെടുത്ത് പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. അല്ലേ? ഞാൻ അതുകൊണ്ട് പലരോടും പറയുന്നത്, പ്രാർത്ഥിക്കുക, നിങ്ങൾ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുക. അത് പരിശുദ്ധമ്മ ഇപ്പോഴാണ്, പ്രാർത്ഥന നദി പോലെ ഒഴുകട്ടെ, പ്രാർത്ഥന നദി പോലെ ഒഴുകട്ടെ. അല്ലേലിയ? അതുകൊണ്ട് ഈ പീഡാനുഭവ അല്ലെങ്കിൽ ഈ നോമ്പ് കാലഘട്ടം എന്ന് പറയുന്നത് ഇത് പാപമോചനത്തിന് വേണ്ടിയുള്ള യേശു ക്രിസ്തുവിൻ്റെ പീഡാനുഭവമാണ്. നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, 40 ദിവസം ഉപവാസം എടുത്തു കഴിഞ്ഞ് യേശുവിനെ എങ്ങടെ പിശാച് കൊണ്ടുപോയത്? മരുഭൂമിയിലേക്ക്. 40 ദിവസം ഉപവാസം ഇരുന്ന് പ്രാർത്ഥിച്ച യേശു ക്രിസ്തുവിന് ഈ ലോകത്തിൽ രക്ഷയുണ്ടായില്ല. അപ്പം നമുക്ക് രക്ഷയുണ്ടോ? ഇല്ലല്ലോ. രക്ഷയുണ്ടാകണമെങ്കിൽ അവനോടൊത്ത് നമ്മൾ മരിക്കണം, അവനോടൊത്ത് നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയണം, അവനോടൊത്ത് ജീവിക്കണം. കഴിഞ്ഞകാല ജീവിതങ്ങൾ പല മേഖലകളുണ്ട്, പല കോട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്, പല വീഴ്ചകളുണ്ട്. തുറന്നു കുമ്പസാരിക്കണം. ചിലർ വന്ന് പറയാറുണ്ട്, അച്ഛാ എങ്ങനെ കുമ്പസാരിക്കുന്നത്? അല്ലേരിയ? ചെയ്ത പാവം എങ്ങനെ ഏറ്റു പറയാൻ ഞങ്ങൾക്ക് നാണാവും അച്ഛൻ. ചെയ്ത പാവം തുറന്ന് പറയാൻ ഞങ്ങൾക്ക് കേൾക്കുന്ന അച്ഛൻ എന്ത് വിചാരിക്കും? അല്ലേരിയ? അച്ഛനേക്കാളും വലിയൊരാൾ കേട്ടു. ആരാ? പിതാവ് ഇതേയും കേട്ടു. അല്ലേരിയ? എന്തുകൊണ്ടാണ് ഈ പാതിരിപ്പിയുടെ അടുത്തും ജോൺ മേരി വിയനയുടെ അടുത്തും കുമ്പസാരിക്കാൻ ആളുകൾ പോയെന്നറിയാമോ? എന്തുകൊണ്ടാണ് പോയെന്നറിയാമോ? പറയാത്ത പാപം പറഞ്ഞു കൊടുത്ത് ഏറ്റുപറയും. അതുകൊണ്ടാണ് 20 ലക്ഷം ആൾക്കാർ കുമ്പസാരിക്കാൻ മരിയോയുടെ അടുത്ത് പോയത്. നിങ്ങൾ ചെയ്തതും മറന്നുപോയ പാപങ്ങൾ നിങ്ങൾ കുമ്പസാരിച്ച് കഴിയുമ്പോൾ ഈ പാപം കൂടി ഏറ്റുപറയാൻ പറയുന്നതിൻ്റെ കാരണം അത് കർത്താവ് കൊടുത്തൊരു കൃപയാണ്. നമുക്കറിയാം, 9ാമത്തെ കാര്യമാണ് മനുഷ്യരുടെ ഹൃദയം തുറക്കാനുള്ള ഒരു അധികാരം കർത്താവ് പുരോഹിതർക്ക് കൊടുത്തിട്ടുണ്ട്. അല്ലേരിയാം? കണ്ണുകളടയ്ക്കാം. പുരോഹിതർക്ക് ഒരു കൃപ കർത്താവ് കൊടുത്തിട്ടുണ്ട്, അടയ്ക്കപ്പെട്ട ഹൃദയങ്ങളെ തുറക്കാനുള്ളൊരു കൃപ. അതുകൊണ്ട് തുറന്ന് കുമ്പസാരിക്കണം. നമുക്കിഷ്ടമുള്ള വൈദികരുടെ അടുത്ത് പോയി കുമ്പസാരിക്കണം. തുറന്ന് കുമ്പസാരിക്കാൻ ഇടയാകുന്ന വൈദികൻ്റെ അടുത്ത് പോയി കുമ്പസാരിക്കണം. ധൃതി കാണിക്കുന്ന വൈദികൻ്റെ അടുത്തല്ല കുമ്പസാരിക്കേണ്ടത്. കാലഘട്ടം പാപമോചനത്തിന് വേണ്ടിയുള്ള പരിഹാരത്തിൻ്റെ ഉപവാസവും നോമ്പും പ്രായശ്ചിത്ത പ്രവൃത്തികളും ചെയ്യാനുള്ള കാലഘട്ടം. കണ്ണുകളടയ്ക്കുക, എല്ലാവരും കരങ്ങളെടുത്തുക, എല്ലാവരും നോമ്പെടുത്ത് പ്രാർത്ഥിക്കണം. നമ്മുടെ പാപങ്ങൾക്ക് വരി, നമ്മുടെ കുടുംബം നിങ്ങളുടെ പാപങ്ങൾക്ക് വരി. അല്ലേലിയ? എല്ലാവരും സാധിക്കുന്ന എല്ലാവരും ഉപവാസം എടുക്കണം. എന്തെങ്കിലും വിധത്തിലുള്ള ഭക്ഷണക്രമത്തിൽ വ്യതിയാനങ്ങൾ വരുത്തണം. അതിനു വേണ്ടിയാണ്, നിങ്ങളുടെ കുടുംബങ്ങളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. പ്രായശ്ചിത്ത പ്രവൃത്തികൾ ചെയ്യണം, കുരിശിൻ്റെ വഴി ചെല്ലണം. ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല. നമ്മൾ പാതാളത്തിൽ പോകാൻ ദൈവം അനുവദിക്കില്ല. ചിലപ്പോൾ അനുവദിച്ചാൽ അത് നമ്മുടെ അന്ത്യമായിരിക്കും. ശുദ്ധീകരണ സ്ഥലത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ പരിഹാരം ചെയ്താൽ ശുദ്ധീകരണ സ്ഥലത്തിന് നാളുകൾ കർത്താവ് വെട്ടിച്ചുരുക്കി തരും. അല്ലേ? കണ്ണുകളടച്ച് കരങ്ങളൊന്ന് ഉയർത്തുക. ഈ കാലഘട്ടത്തിൽ ശുദ്ധീകരണം നമ്മുടെ ലോകത്തിൽ വെച്ച് തന്നെയാണ് ചെയ്യപ്പെടുന്നത്. കണ്ണുകളടച്ച്
കരങ്ങളൊന്നുയർത്തി കർത്താവെ അനുദപിച്ച് കുമ്പസാരിക്കാനുള്ള ഒരു വലിയ കൃപ തരുകണമേ. അടയ്ക്കപ്പെട്ട പാപങ്ങൾ, ഓർക്കാതെ കിടക്കുന്ന പാപങ്ങൾ, ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങൾ, തിരുസഭയ്ക്ക് വിരുദ്ധമായ പാപങ്ങൾ, ദൈവകൽപ്പനകൾ വിരുദ്ധമായി പ്രത്യേകിച്ച് ഒന്നാം പ്രമാണത്തിനെതിരായിട്ടുള്ള പാപമേഖലകൾ, ഏതെങ്കിലും വിധത്തിലുള്ള മറ്റ് ആരാധനാലയങ്ങൾ ഞങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ, ആരാധന വസ്തുക്കൾ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും വിധത്തിൽ കൈവിഷം ഞങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ, ഏതെങ്കിലും വിധത്തിലുള്ള മാംസം ദേവന്മാർക്കടിച്ച മാംസം ഞങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവെ അനുദപിച്ച് തുറന്നു കുമ്പസാരിക്കാൻ പരിശുദ്ധ ഞങ്ങളെ സഹായിക്കണം.